നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP കഴിഞ്ഞ 10-15 വർഷത്തോളമായി ഇന്ത്യ ഭരിക്കുകയാണ്. കോൺഗ്രസിന് ഇനി ആ തിരിച്ചൊരു ഭരണം പിടിച്ചെടുക്കാനാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. BJP തന്നെ ഒരു വലിയൊരു കൂറ്റൻ ഭൂരിപക്ഷത്തോടെ ഇനിയും ഇന്ത്യ ഒരുപാട് കാലം ഭരിക്കുമോ? പുതിയൊരു രാഷ്ട്രീയ പാർട്ടി BJPക്ക് ശത്രുവായി ഉയരുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കവെയാണ് കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം പോലുമല്ല, വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പുതിയൊരു പാർട്ടി രൂപപ്പെട്ടിരിക്കുകയാണ്. CJP എന്നാണ് പേര്. പൂർണ്ണരൂപം കോക്രോച്ച് ജനതാ പാർട്ടി. അതായത് ദിവസങ്ങൾക്കകം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായി ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും സോഷ്യൽ മീഡിയയിൽ പിന്നിലാക്കി ഒരു പുതിയ ഡിജിറ്റൽ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്നാൽ പാറ്റ ജനതാ പാർട്ടി എന്നും പറയാം. വെറുമൊരു തമാശയായി തുടങ്ങി പിന്നീട് യുവാക്കളുടെ വലിയൊരു പ്രതിഷേധ ശബ്ദമായി മാറിയിരിക്കുകയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ആരാണ് ഇതിന് പിന്നിൽ? എങ്ങനെയാണ് തുടക്കം? എന്താണ് ഈ പാർട്ടി ആവിർഭവിക്കാനുള്ള പിന്നിലുള്ള കാരണങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് CJPക്ക് പിന്നിൽ, ഡിജിറ്റൽ ക്യാമ്പയിന് പിന്നിൽ. വിദേശത്ത് ജോലിക്കായി അപേക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു യുവാവാണ് അഭിജിത്ത്. രാജ്യത്തെ യുവാക്കൾക്കെതിരെ ഉയർന്ന ഒരു പരാമർശം, ആ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ CJP എന്ന ഒരു ക്യാമ്പയിന് തുടക്കമായി കുറിച്ചത്. മെയ് 15-നാണ് സംഭവം ഉണ്ടായത്. മെയ് 15-ന് ഒരു കോടതി വാദത്തിനിടയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ചില ഉദ്യോഗസ്ഥരെയും യുവാക്കളെയും അധിക്ഷേപിച്ചു. അവരെ പറഞ്ഞത് അവർ പാറ്റകളാണ് എന്നാണ്, കോക്രോച്ചസ് എന്നാണ്, പരാതങ്ങൾ അതായത് പാരാസൈറ്റ്സ് എന്നാണ്, പാറ്റകളും പരാതങ്ങളുമാണ് ഇവർ എന്ന് വലിയ രീതിയിൽ അമർഷത്തോടെ അദ്ദേഹം പറയുകയുണ്ടായി, അവയോട് ഉപമിക്കുകയുണ്ടായി. എന്തായാലും തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊരു എതിർപ്പിന്റെ സ്വരമായി CJPക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഈ പാറ്റ പ്രയോഗത്തിൽ പ്രകോപിതരായ, പാറ്റ പ്രയോഗത്തിൽ അമർഷം പൂണ്ട ചിലർ ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തു. 4 ദിവസങ്ങൾക്കകം ഇൻസ്റ്റഗ്രാമിൽ 12 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്വന്തമാക്കിയത്. നിലവിൽ ഈ വാർത്ത വായിക്കുമ്പോൾ പോലും ഇതിന്റെ ഫോളോവേഴ്സ് 12 ദശലക്ഷത്തിലധികം ആയിട്ട് മാറിയിരിക്കുകയാണ്. ദിവസങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു CJP എന്ന ക്യാമ്പ് അല്ലെങ്കിൽ CJP എന്ന ആശയം അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ 8 ദശലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാം റെക്കോർഡിനെ CJP മറികടന്നിരിക്കുകയാണ്. നിലവിൽ 13 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള കോൺഗ്രസ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് മുന്നിലുള്ളത്. കോൺഗ്രസ് 13, അതിന് തൊട്ട് പിന്നിൽ CJP എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാണ് BJP എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ സംസ്കാരത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വീഴ്ചകളെയും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും വിമർശിക്കുന്ന ഒരു ഹാസ്യ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എന്തും സംഭവിക്കാവുന്ന തരത്തിൽ ഇതിന് ഒരു സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചു കൊള്ളണമെന്നില്ല. നമുക്ക് നാളെ എന്താണെന്ന് പറയാൻ സാധിക്കില്ല. നിലവിൽ ഇത്തരത്തിലാണ് അവസ്ഥയെങ്കിലും നാളെ ഇത് BJPക്ക് പോലും ശത്രുവാകുന്ന തരത്തിലൊരു പാർട്ടിയായി ഉയർന്നു വരുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. യുവാക്കൾക്ക് വേണ്ടിയുള്ള, യുവാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ മുന്നണി എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു ആപ്തവാക്യം. അതുപോലെ CJPക്ക് യുവാക്കൾക്ക് വേണ്ടിയുള്ള, യുവാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ മുന്നണി എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ, സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയാണ് ഇവരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ലക്ഷക്കണക്കിന് യുവാക്കൾ ഇതിനകം തന്നെ ഇവരുടെ ഓൺലൈൻ ഫോമുകൾ വഴി തങ്ങളുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. സാധാരണക്കാരായ യുവാക്കളുടെ അമർഷവും പരിഹാസവും ഡിജിറ്റൽ ലോകത്ത് ഇങ്ങനെ വലിയൊരു ചലനം ഉണ്ടാക്കാം എന്നതിന്റെ തെളിവായി, ഉദാഹരണമായി കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. എന്തായാലും CJP ഇനി നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഉയരുമോ? വലിയൊരു വിപ്ലവമൊക്കെ സൃഷ്ടിക്കുമോ? എങ്ങനെയാണ് CJPയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ വരും ദിവസങ്ങൾ കണ്ടറിയാം. എന്തായാലും ഇത് വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.